അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതൊരാൾക്കും ഒരു അവധിയുണ്ട്. ആ ഒരു ദിനത്തിൽ നല്ല സന്തോഷത്തോടെ ആയിരിക്കണം നമുക്ക് പിരിഞ്ഞു പോകാൻ. നശ്വരമായ ഈ ലോകത്തെ സകല സുഖലീലകളിലും തിമിർത്താടി ജീവിക്കേണ്ടതല്ല നിന്റെ ഈ ജീവിതം. കർമ്മം ധന്യരായിട്ട് വേണം നമുക്ക് മരണ തുറമുഖത്തണയാൻ. ആത്മീയ അനുരാഗത്തിൻ്റെ അനുഭൂതി നുകരുന്ന മനുഷ്യ ശരീരത്തെ ഒരു കപ്പലിനോട് ഉപമിച്ച് കുഞ്ഞാലി മുസ്ലിയാർ തൻ്റെ കപ്പപ്പാട്ടിലൂടെ പാരത്രിക ലോകത്തെ എങ്ങനെയാണ് വർണ്ണിക്കുന്നതെന്ന് നമുക്ക് കാതോർക്കാം. പാടേ ഊടാടേ നീ ഓട്ടല്ലേ പോട്ടാ, പാഴും കുളീരക്കൊടി പാറും വീട്ടാലാളെയും നാളുള്ള ഓട്ടം കളിച്ചാൽ അയ്യോ ഓരൂവ് കരയേറ്റും നാളിൽ ബാരയും ഈട്ട വഴിവെള്ളം കീട്ട മാലാങ്കി കമ്പയും കാലാഞ്ചി കീട്ട മായട്ട് ചാകുമ്പോ മേറ്റ കൂടാതെ വമ്പർസിയാകും അമ്പാ. ഈ കാലത്ത് ജീവിതത്തെ തിന്മയിൽ മുങ്ങി നിന്റെ ജീവിതത്തെ നീ നശിപ്പിക്കാൻ പാടില്ല. നരകം, മരണം നിന്നെ കാത്തിരിപ്പുണ്ടെന്ന ചിന്ത നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നീ നിന്റെ ജീവിതം നന്മകളെ കൊണ്ടാണ് സമ്പന്നമാക്കുന്നതെങ്കിൽ നിന്റെ റബ്ബ് നിനക്ക് ഒരുപാട് സന്തോഷങ്ങളാണ് തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇദ്ദേഹം പറഞ്ഞ മാലാങ്കി, ചെറിയ കയർ, കമ്പ, വലിയ കയർ, ഇവ രണ്ടുകൊണ്ടും സൂചിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത രണ്ട് അഭയസ്ഥാനത്തെയാണ്. ഇനി നിന്റെ ജീവിതം നിനക്ക് അനർത്ഥമാണെന്ന് തോന്നുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തെ നീ ആ യഥാർത്ഥ സ്നേഹത്തിന് വിട്ടുകൊടുക്കണം. ആ യഥാർത്ഥ സ്നേഹത്തിൽ നീന്തി കുളിച്ചവർക്കുള്ളതാണ് സ്വർഗീയ ആരാമം. ആ ഹക്കായ സ്നേഹത്തെ അതിൻ്റെ അനിർവചനീയമായ തലത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഹാജി അബ്ദുർ റസാഖ് മസ്താൻ. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വിരുദ്ധങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. ഹക്കായ ശൗക്കിലാടേ കപട സ്നേഹം നിറഞ്ഞ ഈ ലോകത്ത് യഥാർത്ഥ സ്നേഹത്തെ നീ പുണരണം. ഹവ വിട്ടിടും മുന്നേട് ലംഘനീയമായ അല്ലാഹ് നിന്നെ പിടികൂടുന്നതിന് മുമ്പ് നീ ആ ഹക്കിനെ പുണരണം. ഹക്കറിഞ്ഞോരിൽ കൂട് കനകവുമായി പ്രയാണം ആരംഭിച്ച മുറബിയാക്കള് നീ അവരോട് കൂടെ കൂടിക്കോ. ഹക്കായ ശൗക്കിലാടെ അവ വിട്ടിടും മുന്നേട് ഹക്കറിഞ്ഞോരിൽ കൂട് ഹമ്മദമ്മിൽ ഹൂഹു ഉള്ളത്തിൽ നീ പാട് ഹമ്മദമ്മിൽ ഹൂഹു ഉള്ളത്തിൽ നീ പാട് ഹമ്മദമ്മിൽ ഹൂഹു ഉള്ളത്തിൽ നീ പാട്. നല്ല മനക്കരുത്തോട് കൂടെ ഹൂഹു എന്ന ദിക്ർ നീ അങ്ങ് പതിവാക്കിക്കോ. സൂഫിയാക്കള് അവരുടെ യഥാർത്ഥ മർത്തബയിലേക്ക് എത്തുമ്പോ ഈ ദിക്ർ കൊണ്ടങ്ങ് സമ്പന്നമായവരായിരുന്നു. ഹിക്മത്ത് തന്ന കലിമക്കറിവാൻ ഫറലുണ്ട്, ഖിദ്മത്തിൽ ഇസ്ബാത്ത് ദാത്തും സിഫാത്തതുണ്ട്. ഹിക്മത്ത് തന്ന കലിമക്കറിവാൻ ഫറലുണ്ട്, ഖിദ്മത്തിൽ ഇസ്ബാത്ത് ദാത്തും സിഫാത്തതുണ്ട്. ഹിക്മത്ത് യഥാർത്ഥ തത്വം എന്ന് പറയുന്നത് കലിമത്ത് തൗഹീദാണ്. ഈ കലിമത്ത് തൗഹീദിനക്ക് 4 ഫർളുകളുണ്ട്. ഓരോ ഫർളിനും 10 വീതം ഷറത്തുകളുണ്ട്. നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തിനെ അങ്ങ് സുബൂത്താക്കിക്കോ. ആ അല്ലാഹു അല്ലാതെ ഒരാളും ഈ ലോകത്തിലില്ല. ആ സുബൂത്താക്കലിലൂടെ തൗഹീദിലൂന്നിയുള്ള ഈമാനിലലിയാ
ഹഖെന്ന സിറിൻ അഫ്ആലുല്ലാഹി സുബൂത്തുണ്ട്. ഹഖെന്ന സിറിൻ അഫ്ആലുല്ലാഹി സുബൂത്തുണ്ട്. ഹഖാണ് നമ്മെ സിദ്ഖ റസൂലെന്ന ഹഖതുണ്ട്. വല്ലാഹു ഖലഖക്കും വമാ കുൻതും തഅലമൂൻ എന്ന ചിന്ത നിനക്കുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഈ ലോകത്ത് ഒരാളോടും ഒരു വിദ്വേഷമോ ഒരു ദേഷ്യമോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഇവിടെ കാണുന്ന എല്ലാ അഫ്ആലുകളുടെയും ഫാഇല് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. സിദ്ഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് കലിമത്ത് തൗഹീദിന്റെ 4ാമത്തെ ഫർള്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ആ അംഗീകരിക്കുന്നതിലൂടെ, അനുരാഗത്തിലൂടെ, അനുഭൂതിയിലൂടെ ഇലാഹിലലിയാം. ഹഖെന്ന സിറിൻ അഫ്ആലുല്ലാഹി സുബൂത്തുണ്ട്. ഹഖെന്ന സിറിൻ അഫ്ആലുല്ലാഹി സുബൂത്തുണ്ട്. ഹഖാണ് നമ്മെ സിദ്ഖ റസൂലെന്ന ഹഖതുണ്ട്. തഖ്വയാൽ മൗനം പൂണ്ട്. മുഴുവൻ ഫർളുകളെ കുറിച്ചുമുള്ള പൂർണ്ണമായ ഒരു അറിവ് നിനക്കുണ്ടാകുമ്പോ പിന്നെ നിനക്ക് ഈ ലോകത്തെ എല്ലാ സൃഷ്ടികളെ കുറിച്ചുമുള്ള മൽഹർ സിഫാത്ത് ദാത്ത് മനസ്സിലാക്കാൻ സാധിക്കും. തഖ്വയാൽ മൗനം പൂണ്ട്. തഖ്വയാൽ മൗനം പൂണ്ട്. തൗഹീദതിൽ നീണ്ട്. ഹമ്മദമ്മിൽ ഹൂഹു ഉള്ളത്തിൽ നീ പാട്. 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 ഹമ്മദമ്മിൽ ഹൂഹു ഉള്ളത്തിൽ നീ പാട്.